നമസ്കാരം. ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലെ ഓട്ടോ സ്റ്റാൻഡിനെത്താണ്. ഇപ്പോൾ ഇവർ പറയുന്നത് പൊതുവെ സർക്കാർ ഞങ്ങളെയും കൂടി പരിഗണിക്കണമെന്നാണ് പറയുന്നത്. അതായത് മിനിമം 50 രൂപയാക്കണം. കാരണം ഡീസൽ വില കൂടി, ടാക്സ് വില കൂടി, എല്ലാം മൊത്തത്തിൽ സാധനം എല്ലാം ഒരു എവിടെ പോയാലും മൊത്തത്തിൽ വില കൂടിയാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഓട്ടോ ഡ്രൈവർ ചേട്ടന്മാർ വന്നിരിക്കുന്നത്. എന്താ അഭിപ്രായം சொல்லுங்க. இப்போ இருக்கிற நிலவரம் ஆட்டோக்காரருக்கு ரொம்ப கஷ்டம். எந்த காரியத்துக்கு போனாலும் விலையில்லை, எங்கே இறங்கினாலும் யாரும் என்னன்னு கேள்வி கேட்குறது. ஆனால் தடுக்கி விழுந்தால் கம்ப்ளைண்ட்டு. எங்களுக்கு கொஞ்சம் 30 ரூபா வச்சுட்டு ஓட முடியாது. எங்களுக்கு மினிமம் சார்ஜ் 50 ரூபா வேணும். மினிமம் சார்ஜ் 50 ரூபா வேணும். அதே மாதிரி எல்லா இடங்களிலும் எங்களுக்கு வண்டி ஓட்டுறதுக்கு அனுமதி வேணும். இந்த பஞ்சாயத்து வண்டி ஒருபாடு டவுனுக்குள்ளே ஓடுது, எங்களுக்கு ஓட்டம் இல்லை. ஒரு நாளைக்கு மேக்ஸிமம் 500 ரூபாயோட எங்கள் கையில் தகிறது இல்லை. பாவப்பட்டவங்களும் இப்போ நாங்கள் தான் ரொம்ப கஷ்டத்தில் இருக்கோம். எந்த கூலி வேலைக்கு போனால் 1000 ரூபா சம்பளம் இருக்குது. நாங்கள் இதில் 10-40 வருஷமாக ஓட்டிகிட்டு இன்னும் போய் கூலி வேலை செய்ய முடியாது. செய்யறதுக்கு அந்த அளவுக்கு உடம்புல தெம்பும் இல்லை. கஷ்டத்தில் இப்போ இருக்கிறது தொழிலாளிகள், ஆட்டோக்காரன். அதுக்கு ஒரு நல்ல ஒரு தீர்ப்பு வழங்கணும். நல்ல ഒരു തീരുമാനമാണല്ലേ? അതിലെല്ലാം പഞ്ചായത്ത് വണ്ടികളെ ഓടിക്കൊണ്ടിരിക്കുന്നത്. പൈസ കൊടുത്ത് പെർമിറ്റും ടാക്സ് ഇതെല്ലാം കെട്ടിക്കൊണ്ടിരിക്കും. ടാക്സ് കട്ടാത്ത വണ്ടികൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ലീഡിങ് മാത്രം കയറ്റുന്നില്ലേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് 30 രൂപ ചാർജിൽ ഓടിക്കണം. മിനിമം 50 രൂപയാക്കണം. ഡീസലും പെട്രോളും കയറിക്കൊണ്ടിരിക്കണം. ഗ്യാസിനില്ല. ഞങ്ങൾ 60-62 പേരുടെ കാര്യം വേറെ ഏതും പണിയെടുക്കാൻ പറ്റില്ല. വേറെ എവിടെയും പണിക്ക് പോകാൻ പറ്റില്ല. ഭയങ്കര കഷ്ടമാണ്. സർക്കാർ ഇതൊന്ന് കണ്ണു തുറന്ന് ഇതിനൊന്ന് പരിഹരണം നിലവിൽ പാലക്കാട് MLA മറ്റേ ഇതാണ് ഇവിടുത്തെ ഇവരുടെ ഭയങ്കര ദുരിതത്തിലാണ്. പ്രത്യേകിച്ച് പാലക്കാട് ടൗൺ. അതിന് ഈ പഞ്ചായത്ത് വണ്ടിയൊക്കെ എടുത്ത് പരിശോധിച്ച് അത് മാറ്റിത്തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അതവർക്ക് പറയാനുള്ളത്. ഇപ്പോൾ പാലക്കാട് ഓട്ടോ തൊഴിൽ പൊതുവെ ഭയങ്കര കഷ്ടത്തിലാണ് അല്ലേ? ഭയങ്കര കഷ്ടത്തിലാണ്. മിനിമം ചാർജ് 50 രൂപയെങ്കിലും മിനിമം ചാർജ് ആക്കണം. സർക്കാർ ഞങ്ങളെയും കൂടി പരിഗണിക്കണം എന്നാണ് ഇവർ പറയുന്നത്, അഭ്യർത്ഥിക്കുന്നത്. ഇതല്ലേ പറയാനുള്ളത്? ചേട്ടൻ്റെ പേരെന്താണ്? മനയുണ്ട് പാലക്കാട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഓട്ടോ. ഞാൻ നിൽക്കുന്നത് പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലെ ഓട്ടോ സ്റ്റാൻഡിലാണ്. പറയുന്നത് എന്തായാലും ഉടനെ ഇതിനൊരു പരിഹാരം കാണണം എന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും ഇതാണ് ഇവരുടെ അഭിപ്രായം. ഇവർ ഭയങ്കര ദുരിതത്തിലാണെന്നാണ് ഇവർ പറയുന്നത്. ഇവർ ഉടനെ പരിഹാരം കാണണം എന്നാണ് ഇവർ പറയുന്നത്. ഈ കാലത്ത് 1 മണിക്കൂർ ഓടണ ഓട്ടം 9 മണി മുതൽ 10 മണി വരെ ഓടണ ഓട്ടം ഉണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഫ്രീ ആയി വെറുതെ നിൽക്കുന്നു. രാവിലത്തെ ഓട്ടം മാത്രമേ തിരക്ക് മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. വേറെ ഒരു ഓട്ടോ ഞങ്ങൾക്ക് കിട്ടില്ല. പിന്നെ പോണ കിട്ടാൻ കാര്യമാണ് വരുന്നത്. ഞങ്ങൾക്ക് അത് കാരണം ടൗണിൽ ഓട്ടോ ഈ പഞ്ചായത്ത് വണ്ടിക്ക് 10-20 കിലോമീറ്റർ അപ്പുറമുള്ളവരൊക്കെ ഈ ടൗണിൽ വന്ന് ഓടുമ്പോൾ നമ്മളൊരു വാടക എടുക്കും. നമ്മൾ തിരിക്കുമ്പോഴേക്കും അവർ മറ്റുള്ള വാടക എടുത്തിട്ട് അത് പരിഹാരം എന്ന് പറഞ്ഞാൽ അതിന് ബന്ധപ്പെട്ട ആർ.ടി.ഒ സാർമാർ, പോലീസ് അധികാരികൾ ഇതിൽ ബന്ധപ്പെട്ട് അതിന് നല്ലൊരു ചെക്കിങ് കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാൽ ഈ പഞ്ചായത്ത് വണ്ടികൾ ടൗൺ കിട്ടും. സ്ഥിരമായി അതൊക്കെ ഒരു 10 കൊല്ലം മുമ്പ് ഡെയിലി ചെക്കിങ് ഉണ്ടായിരുന്നു. 10 വർഷം മുമ്പ് അത് എന്താണെന്ന് അറിയില്ല. പിന്നെ അവർ അതിന് മേലെ ഒരു നിയമം അവരും കറക്റ്റായി പാലിക്കുന്നുണ്ട്.
10 വർഷം മുമ്പ് നല്ല ചിട്ട നല്ല അതിനു മുമ്പുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ നന്നായി പണിയെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് വരുന്നവരാരും കാര്യം ശ്രദ്ധിക്കുന്നു. അവർ തോന്നിയ ഇഷ്ടത്തിനും വണ്ടിക്കാർ ചാർജ് ചെയ്യുക അങ്ങനെയൊക്കെയാണ്. ഇവർ പറയുന്നത് ഒരു ഭയങ്കര ദുരിതത്തിലാണ്. കാരണം ഈ കാണുന്നപ്പോൾ ഞാൻ നേരത്തെ ചേട്ടനെ വിളിച്ചു, അപ്പോഴേക്ക് ചെറിയ ഓട്ടം പോയിട്ടല്ലേ ഈ രാവിലെ കാണുന്ന ഈ തിരക്ക് മാത്രമേ ഉള്ളൂ. അത് സമയം ഇപ്പോൾ 9:30 10:30 വരെ ഉണ്ടാവും. 10:30 വരെ. അത് കഴിഞ്ഞ് നിങ്ങൾ ഒന്ന് നോക്കിയാൽ 4 ലൈൻ 5 ലൈൻ വാടക രാവിലെ കഴിഞ്ഞു. എനിക്ക് ഡെയിലി 300 രൂപ വാടക കൊടുക്കണം. 600 രൂപയ്ക്ക് വാടക കൊടുത്ത് ഞങ്ങൾക്ക് എന്താ കിട്ടുക? 300 രൂപ ചേട്ടൻ വാടക. എൻ്റെ റെന്റ് വണ്ടി. ഈ ചേട്ടൻ്റെ എൻ്റെ റെന്റ് വണ്ടിയാണ്. എൻ്റെ പേര് അരുൾദാസ്. ഇദ്ദേഹം പറഞ്ഞ് വാടക റെന്റിന് എടുത്തിരിക്കുകയാണ്. 300 രൂപ വാടക കൊടുക്കും. 600 കോടി 300 രൂപ വാടക കൊടുത്ത് ബാക്കി 300 രൂപയ്ക്ക് എന്താ എല്ലാം ഞങ്ങൾ തന്നെയാണ്. ഡീസൽ അടിക്കണം, വീട്ടിലെ ചെലവുകൾ നോക്കണം, ചായ കുടിക്കണം. പിന്നെ ലാസ്റ്റ് പറഞ്ഞ ഒന്നും ഒരു 100 രൂപ കൊണ്ട് 100 രൂപ കിട്ടി കഴിഞ്ഞാൽ ഒരു 2 പേര് പാല് വാങ്ങിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു. വേറെ പണിക്ക് പോകാനും പറ്റും. പറ്റും. മൊത്തത്തിൽ പറഞ്ഞ ഭയങ്കര ദുരിതത്തിലാണ്. കാണുന്ന ഷോ മാത്രമേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ. കുറച്ചും കൂടി കഴിഞ്ഞ് വന്ന സാറിന് നോക്കി അറിയാം. വണ്ടികൾ ഫുള്ളായിട്ട് വണ്ടികളുണ്ട്. അതായത് ഇവർ പറഞ്ഞ മൊത്തത്തിൽ ഈ കാണുന്ന തിരക്ക് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് 10-10:30 ആകുമ്പോൾ 9 കഴിഞ്ഞു. 10-10:30 ആകുമ്പോൾ തിരക്ക് കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ ഒരു യാതൊരു തിരക്കില്ല. ചേട്ടൻ എന്ന് പറയുന്നത് അദ്ദേഹം റെന്റ് വണ്ടിയാണ്. 600 രൂപ ഓടിയാൽ 300 രൂപ റെന്റിന് കൊടുക്കണം. ബാക്കി ഡീസൽ പെട്രോൾ കാര്യങ്ങളൊക്കെ ചിലവ് വീട്ടിൽ പോകുമ്പോൾ 5 പൈസ 10-100 കയ്യിലുണ്ടാവും. അപ്പുറത്തേക്ക് ഒന്നും ഉണ്ടാവില്ല. മൊത്തത്തിൽ പറഞ്ഞത് ഭയങ്കര ദുരിതത്തിലാണ്. അതായത് പൊതുവെ പറഞ്ഞാൽ പൊതുവെ ഓട്ടോ തൊഴിലാളികൾ മൊത്തത്തിൽ ദുരിതത്തിലാണ്. ഈ കാണുന്ന ഷോ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത്. 300 ചില ആളുകൾ റെൻറ്റിന് ഓട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ 600 രൂപ ഓട്ടം ഓടിയാൽ 300 റെൻറ്റ് കൊടുക്കണം. ബാക്കി 300 കൊണ്ട് ചിലവെല്ലാം കഴിയണം. ബാക്കി ഡീസൽ മറ്റൊരു ചിലവ് കഴിഞ്ഞ് 10-100 കയ്യിലുണ്ടാവും. 2 പാക്കറ്റ് പാല് വാങ്ങിയാൽ അതോടെ കഴിഞ്ഞു. ബാക്കി ഒന്നുമില്ല. മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു ഇവിടുത്തെ ഓട്ടോക്കാർ ഭയങ്കര ദുരിതത്തിലാണെന്ന് പറയുന്നത്. അപ്പോൾ ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് ഇവിടുത്തെ ഓട്ടോ തൊഴിലാളികൾ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും കാണും തന്നെയാണ് അവരുടെ പ്രതീക്ഷയും. അത് അവരുടെ മാത്രമല്ല, ഞാനും ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന ഞാനടക്കമുള്ളവർ ഇതിനൊരു ഉടനടി ഒരു പരിഹാരം കാണും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും